എന്തുകൊണ്ട് കുട്ടികൾ അനുസരിക്കുന്നില്ല? നമ്മൾ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്, അവർ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ പല പാരൻസിനുള്ള ഒരു പരാതി എന്ന് പറയുന്നത്, പണ്ടൊക്കെ അവൻ നല്ല മോനായിരുന്നു, പക്ഷെ ഇപ്പൊ അവനൊന്നും പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഫോണിന് അഡിക്റ്റ് ആയതുകൊണ്ടാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതല്ല, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്ന് മുതലാണ് ഒരു കുട്ടി വേണമെന്നൊരു ചിന്ത ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഉള്ളിൽ നിന്ന് വരുന്നത്. അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. അന്ന് മുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ, ഇതൊക്കെ നമ്മുടെ കുട്ടിയോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട്. അനുസരണക്കേട്, അതേപോലെ വാശി, ദേഷ്യം, ഇതൊക്കെ കുട്ടികൾക്ക് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് ആ കുട്ടി പ്രഗ്നന്റ് ആവുന്നത് മുതൽ 8 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന പാരന്റിങ് എന്താണോ, നമ്മുടെ പാരന്റിങ്, ആ പാരന്റിങ്ങിനനുസരിച്ചിട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അത് ഇപ്പം നമ്മൾ അവരോട് ചെയ്യണമെന്നില്ല, നമ്മൾ അവരോട് കാണിച്ചു കൊടുക്കണമെന്നില്ല. ഈവൻ നമ്മൾ ഉറങ്ങിക്കെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുട്ടി ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കുന്ന സംസാരം പോലും നമ്മുടെ കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഇതൊന്നും 8 വയസ്സ് വരെ ഇവർ പുറത്ത് കാണിക്കില്ല, ഭയങ്കര സൈലന്റ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവും. പക്ഷേ മിററിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഈ കുട്ടികൾ ഗ്രോ ചെയ്യുന്നതും ഈ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ്? നമ്മുടെ പാരന്റ്, എൻ്റെ ഉമ്മ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എന്താണ് ചെയ്യുന്നത്, ഇത് നോക്കിയിട്ടായിരിക്കും ഇവർ വളരുന്നുണ്ടാവുക. നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണോ, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരോട് എങ്ങനെ വെറുപ്പ് കാണിക്കുന്നു, ഈ രീതികളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. 8 വയസ്സിന് ശേഷമായിരിക്കും ഈ പറയുന്ന കുരുത്തക്കേട്, വാശി, ദേഷ്യം, ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടാവുക. എൻ്റെ മുന്നിൽ കാണുന്ന ഒരു അമ്മയും അച്ഛനും തമ്മിൽ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പറയുന്ന സംഭാഷണങ്ങൾ പോലും ചിലപ്പം കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ നമ്മളിലേക്ക് നോക്കുക. എൻ്റെ ഉമ്മ പറഞ്ഞ സമയത്ത് ഞാൻ അനുസരണ കാണിച്ചിരുന്നോ? എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ അങ്ങോട്ട് ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിനെയും കൊണ്ട് നമ്മൾ പോയിരുന്നോ? ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പം നമ്മളോട് ഇപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കാനായി ഇപ്പം എനിക്ക് ആവുന്നില്ല എന്നുള്ളൊരു വാക്ക് അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവനത് പഠിച്ചിട്ടില്ല, നമ്മളാണ് അത് പഠിപ്പിച്ച് കൊടുക്കേണ്ട ആൾക്കാർ. ഓക്കെ, അപ്പം അനുസരണക്കേട് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ കുട്ടി അനുസരിക്കാത്തത്? നമ്മൾ എന്ത് പറയുന്ന സമയത്താണ് ആ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് അനുസരിച്ചിട്ടുണ്ടോ, നമ്മൾ അവിടെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടാവുക, അത് തന്നെയായിരിക്കും ആ കുട്ടികൾ പറയുന്നുണ്ടാവുക.